എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് സാറിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ ഈ ജനുവരിയിലെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പ്രവചനം 2025 പ്രവചനത്തിൽ സാറ് പറഞ്ഞിട്ടുണ്ടായി ഈ വർഷം കൂടുതലും യുദ്ധമുണ്ടാവും, പോലീസ് ആർമി പോലുള്ളവർക്ക് ജോലികളായിരിക്കും എന്നുള്ളത്. അത് സത്യമായി തന്നെ ഇപ്പൊ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നടക്കാതിരിക്കട്ടെ, പക്ഷെ നടക്കുന്നു. അതെ, നടക്കുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഒരു അത്ഭുതപ്പെട്ടു. സാറന്ന് പറഞ്ഞതാണ് ഇപ്പൊ നടക്കുന്നത്. കൃത്യമായി 1-ാം തീയതി മുതലേ ഒരുപാട് കേസുകൾ, പീഡനം പോലുള്ള കേസുകളാണെങ്കിലും അങ്ങനെ, യുദ്ധമാണെങ്കിലും യുദ്ധത്തിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നത്. അതായത് യുദ്ധം ഓഫ്കോഴ്സ് യൂണിഫോംഡ് വർക്കേഴ്സിനൊക്കെ ഒത്തിരി പണിത്തിരക്ക് ഉണ്ടാവുന്നു, അത് യുദ്ധം തന്നെയാണ്. അതല്ലാതെ സാധാരണ മനുഷ്യർക്കിടയിലും അങ്ങനെ ഒരു ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഒരുപാട് നമ്മൾ ഒരിക്കലും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത മരണങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്, അല്ലേ? ഈ അടുത്ത ദിവസങ്ങൾ പോലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത മരണങ്ങളാണ്. ഒരു മനുഷ്യൻ തൻ്റെ സഹജീവിയെ മറന്നുകൊണ്ടുള്ള മരണങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പം ഇത്തരം ചാൻസസ് കൂടുതലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊരു ബ്ലഡിൻ്റെ വർഷമാണ്. തീ, പൊള്ളും, പുഴുക്കം, ചൂട്, ബ്ലഡ്, യുദ്ധം, ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്ത് മനുഷ്യർക്കിടയിലോ ചെറു കണക്കുകൾ പോലും വളരെ സൂക്ഷിച്ച് ചെയ്യണമെന്നാണ് ഞാൻ ജനുവരി 1 പറഞ്ഞത്. അതൊരുപക്ഷെ അതിപ്പോൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പം എനിക്കതൊരു നാണക്കേട് കൂടെയാണ്. കാരണം അതൊരിക്കലും ആഗ്രഹിക്കാത്ത ആൾക്കാരാണല്ലോ നമ്മൾ പലരും. പക്ഷെ അത് അൺഫോർച്യുനേറ്റ്ലി സംഭവിച്ചു പോയി. അപ്പോൾ അതൊരു പ്രഡിക്ഷൻ ബേസിൽ അത് ഫലിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും അതൊരിക്കലും നമുക്ക് ആർക്കും ആഗ്രഹിക്കേണ്ടത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. സാറ് പറഞ്ഞിട്ടുണ്ടായി ഇതൊരു മുരുകയുഗമായിരിക്കുമെന്ന്. അപ്പം ഇതും നമ്മുടെ ഇപ്പം നടക്കുന്ന ഈ കറണ്ടായിട്ടുള്ള നമ്മുടെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? യുദ്ധവും ഈ നടക്കുന്ന കഴിഞ്ഞ ജനുവരി 1 ഞാൻ തന്ന പ്രഡിക്ഷനും ഈ യുദ്ധവുമായിട്ട് മുരുക ഭക്തിക്ക് ബന്ധമില്ല. മുരുകൻ്റെ ഭക്തി വേറെയാണ്. അത് കാലങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മുരുകൻ്റെ ഭക്തിയിലൂടെ ഒരുപാട് ആൾക്കാർ ജനിച്ചു മരിച്ചു കഴിഞ്ഞു. അതൊരു സക്സസ് പ്ലാനാണ് അത് ഭക്തി മാർഗത്തിൽ. യുദ്ധം നമ്മുടെ ചൊവ്വയുടെ അധീനതയാണ്. ചൊവ്വയുടെ നായകൻ മുരുകനാണ്. അപ്പോൾ ചൊവ്വ എന്നുള്ള ഗ്രഹത്തിൻ്റെ അധീനതയിൽ ഒരു ന്യൂമറോളജിക്കൽ പ്രഡിക്ഷനായിരുന്നു ഞാനത് വെച്ചത്. 2025 അതിനെ മാത്രം വെച്ചിട്ടുള്ളൊരു ന്യൂമറോളജി പ്രഡിക്ഷനാണത്. അപ്പോൾ ആ 9 എന്നുള്ള സംഖ്യയുടെ പവർ അത് ചൊവ്വ ഗ്രഹവുമായി കണക്ട് ചെയ്ത് 9ൻ്റെ രഹസ്യങ്ങൾ എന്താണ്, അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു യുദ്ധനയം എന്താണെന്നുള്ളതാണ് ഈ പ്രഡിക്ഷൻ. അത് മുരുക ഭക്തിയുമായി കണക്ക് കൂട്ടരുത്. എല്ലായ്പ്പോഴും എല്ലാ കാലങ്ങളിലും മുരുക ഭക്തി അതൊരു മറ്റൊരു മനോഹരമായൊരു വരികളാണ്. കാരണം എല്ലാവരും മുരുകനെ കാണാൻ പോകും, പക്ഷേ അഴയ്പ്പ് എന്നൊരു സാധനമുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും പല പള്ളികളിലും പോകുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്കെല്ലാം പോകാം, അതിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അഴയ്പ്പ്, ഇൻവിറ്റേഷൻ, ഒരാൾ മുരുകനിലൂടെ ചേരാൻ, മുരുകൻ്റെ ഏതെങ്കിലും ഒരു ഭക്തനിലൂടെ അദ്ദേഹത്തിന് ആ മെസ്സേജ് കിട്ടി, പിന്നെ മുരുകനുമായി അടുക്കുമ്പോഴാണ് ആ മുരുകനുമായുള്ള ആ ഒരു വസന്തത്തിലോട്ട് ആ മനുഷ്യൻ കടക്കുന്നത്. ഇത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലോട്ട് ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരിക്കും ഈ മെസ്സേജ്. അത് മുരുക ഭക്തിയാണ്. യുദ്ധത്തിനും മുരുക ഭക്തിയുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ചൊവ്വ 2025 അത് 9, ആ 9ഉം ചൊവ്വയുമായിട്ടുള്ള ബന്ധത്തിലൂടെ പ്രഡിക്ഷൻ കൊണ്ടുവന്നത്. ഒരു ഓപ്പോസിറ്റ് ആയിട്ട് സാത്താൻ യുഗമാണോ? കാരണം ഇത്രയും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു നെഗറ്റീവാണോ ഫുള്ളായിട്ട് നമ്മുടെ ലോകത്ത് നടക്കുന്നത്? സാത്താൻ യുഗം തുടങ്ങിയിട്ട് കാലങ്ങളായി. ഒരുപക്ഷെ ഇന്ത്യയിൽ അത് 2000-ന് ശേഷം തീർച്ചയായിട്ടും. കാരണം സാത്താൻ്റെ നമ്പർ 666. ഈ 666 എന്നുള്ളത് സാത്താൻ്റെ നമ്പർ എന്ന് പറയും. ഡബിൾ നമ്പർ 666. 666 എങ്ങനെ വരുന്നത്? 666 അങ്ങനെ അത് 666 ആവുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് 666 ആരംഭം കുറിച്ച് കഴിഞ്ഞു ലോകത്തിൽ. അതിൽ ഇന്ത്യയിൽ 2000-ന് ശേഷം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യത 2000-ന് ശേഷം കുറച്ച് കൂടുതൽ മെച്ചപ്പെട്ടു. അപ്പോൾ 666 വളരെ ശക്തമായി തുടങ്ങിക്കഴിഞ്ഞു. അതെങ്ങനെ 666 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യുക്ക് ന്യൂമറോളജി വാല്യൂ 6 അപ്പോൾ www.com ഇതാണല്ലോ. ഇപ്പം ആപ്പുകൾ വന്നതിന് ശേഷമാണല്ലോ നമ്മൾ കൂടുതൽ അതിന്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് www എന്ന് പറഞ്ഞ് തന്നെ ടൈപ്പ് ചെയ്യായിരുന്നു, അല്ലേ? പണ്ടത്തെ കീബോർഡിൽ. അപ്പം 666 അങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്. www.666. ഇന്ന് ആ 666, അതായത് ആ സാത്താൻ്റെ നമ്പർ 666 ആണെങ്കിൽ ആ 666 ആണെന്ന് ലോകം മുഴുവനും ഭരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളിരുന്ന് സംസാരിക്കുന്ന ഈ അതിനവീന ടെക്നോളജിയും ആ സാത്താന് കീഴിലാണ്, ആ 666-ന് കീഴിലാണ്. അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിന് 666 അനിവാര്യമാണ്.
അപ്പോൾ 666 കൊണ്ടാണെന്ന് ലോകം തന്നെ നയിക്കുന്നത്. അപ്പം അതിനെ ശാത്താനായിട്ട് എടുക്കണമെന്ന് ഒരിക്കലും എനിക്ക് അഭിപ്രായമില്ല. അത് നല്ല നമ്പർ തന്നെയാണ്, അത് 666 ആണെന്ന് ഭരിക്കുന്നത്. 666 വരുമ്പോൾ അത് തിരിച്ച് മുരുകനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. മുരുകന്റെ നമ്പർ 6. ആറുമുഖൻ, അറുപട വീട്, 6 മുരുകന്റെ നമ്പരാണ്. അപ്പോൾ 666 666 ആ ഡബ്ല്യൂയുടെ ന്യൂമറോളജി വാല്യുവേഷൻ 6 അപ്പം 666 WWW. അപ്പം WWW ഇല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് അത് ശാത്താൻ്റെ നമ്പരോ മുരുകൻ്റെ നമ്പരോ ഏതായിരുന്നാലും നമുക്കിന്ന് ആധുനികമായ രീതിയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഒരു പക്ഷേ ഈ WWW അഥവാ 666 നമ്മൾ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അതിനൊരു സലാം. ഇതുപോലൊരു നമ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ 13 പറയുന്നൊരു നമ്പർ മിക്കതിലും നമ്മൾ ഉപയോഗിക്കാതെ ഒഴിവാക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? 13 ശരിക്കും പറഞ്ഞാൽ അതൊരു നിർഭാഗ്യ നമ്പറാണെന്ന് ന്യൂമറോളജിയിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്. കേട്ടുകേൾവിയിലൂടെ ഒരുപാട് ആൾക്കാർ 13 ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയത്തില്ല. കേട്ടുകേൾവിയിലൂടെ 13 ഉപേക്ഷിക്കും. ഒരുപാട് ഹോട്ടൽസിൽ നിന്നും 13 നമ്പർ റൂമില്ല. പിന്നെ അഫ്കോഴ്സ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ തായ്ലൻഡിലായിരുന്നു, ബാങ്കോക്കിലായിരുന്നു. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ചേഴ്സ് ഉണ്ടല്ലോ, അതിലും 13 ഇല്ല. ഹോട്ടൽ റൂംസ് അങ്ങനെയൊക്കെയുള്ള 13. ശരിക്കും പറഞ്ഞാൽ ചതിക്കപ്പെടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത 13 നമ്പറിൽ ഉണർത്തുന്നു. ഇപ്പോൾ 13-ാം തീയതി ഒരു പേരുണ്ട്. ഞാൻ ന്യൂമറോളജി പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എന്നെ കാണാൻ കഴിയാത്തവരോ എന്നോട് സംസാരിക്കാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ ഒരു നോളജിനെങ്കിലും നിങ്ങളുടെ പേര് കൂട്ടി വരുമ്പോൾ 8, 13, 17, 26, 34, 38, 35, 44 ഇത്തരം രീതികളിൽ പേര് വരരുതെന്ന് പറയും. അതിൽ 13 എന്നുള്ളത് വളരെ മുഖ്യമായിട്ടുള്ളൊരു നമ്പറാണ്. ചതിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത 13-നുണ്ട്. പക്ഷേ ഇന്ന് ഈ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരുപാട് സൊല്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് നമ്മളൊരു ട്രാപ്പിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് സൊല്യൂഷനും കിട്ടുന്നതുകൊണ്ട് ആരും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. പക്ഷേ നിഴൽ പോലെ നമ്മളിലൂടെ സഞ്ചരിക്കുന്ന ചതികൾക്ക് 13 ഒരു കാരണമാണ്. അപ്പോൾ അത് അനുഭവ രീതിയിലൊരു ന്യൂമറോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് 13 പരമാവധി. പക്ഷേ ചില ആൾക്കാർക്ക് രാഹു ദശാഭുക്തികളിൽ രാഹു ഫേവറായിട്ടുള്ള ആൾക്കാർക്ക് 13 സപ്പോർട്ട് ചെയ്യും. രാഹു ദിശ നടക്കുന്നു, അത് അവരുടെ ഗ്രഹസംബന്ധമായ അത് ജാതക ഘട്ടങ്ങളിൽ രാഹു ഫേവറാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 13 സപ്പോർട്ടാണ്. അല്ലാതെ നോർമലി 13 ഒരു ഭാഗ്യകരമായ നമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റും പെട്ടെന്ന് ചരക്കി വീഴും. അതിൽ കൂടുതലും ചതിയിലൂടെ ആയിരിക്കാം. അത് 13-ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചോദ്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇനിയും അടുത്തൊരു എപ്പിസോഡിലേക്ക് കടക്കുന്നതാണ്. അപ്പം മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം.